എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. KSFE ഈ നാടിന്റെ ധൈര്യം. ലോൺ എടുത്തതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്. നമ്മളൊരു സാധാരണ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് മിക്കവാറും എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെ EMI വരണത്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ATM നിന്ന് കാശ് വലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോൺ വാങ്ങുന്നത് പോലെയാണ്. ഇത് 50-60കളിൽ വിദേശത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. ഒരു എൻറ്റയർലി ന്യൂ തിങ് അല്ല. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം വേണം എന്നുള്ളതാണ്. മന്ത്ലി വരുമാനത്തിന് മുകളിലുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ചതുര കഷണം, പ്ലാസ്റ്റിക്കിൻ്റെയോ മെറ്റലിൻ്റെയോ ഒരു ചതുര കഷണം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ലോണാണ്. ഈ നമ്മൾ സമയത്തിന് ക്രെഡിറ്റ് കാർഡിൽ കാശ് അടയ്ക്കാതിരുന്നാൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് അല്ലെങ്കിൽ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് ചാർജ് അവർ ചാർജ് ചെയ്യും. അത് നമുക്ക് ഒഴിവാക്കാം മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ. മിനിമം ഡ്യൂ അടച്ചാലും നമ്മൾ ഇന്നേ വേ ഡിഫോൾട്ടറാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ സമയത്തിന് അടയ്ക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാസം 2.5% മുതൽ 4% വരെയൊക്കെയാണ്. എന്ന് വെച്ചാൽ പെർ ആനം 30% മുതൽ 45%, 48% വരെയൊക്കെ ചാർജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് മണിമേസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിജോയ് എം പലോസ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം. നമസ്തേ. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ പലരും അവർക്കൊരു ഭയം പോലെയാണ്. ക്രെഡിറ്റ് കാർഡാണോ, ഞാൻ എടുക്കുന്നില്ല എന്നാണ്. എന്താണ് അങ്ങനെ ഒരു ഭീതിക്ക് കാരണമായി വരുന്നത്? അത് നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, മുമ്പ് നമ്മൾ വീടുകളിൽ ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ വണ്ടികളിൽ ഗ്യാസ് വെച്ച് ഓടുന്ന വണ്ടികൾ, അങ്ങനെ പല കാര്യങ്ങളിലും നമുക്കൊരു പണ്ട് മുതലുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അത് ഒന്ന് ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഇത് 50-60കളിൽ വിദേശത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. ഒരു എൻറ്റയർലി ന്യൂ തിങ് അല്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ 90കളുടെ അല്ലെങ്കിൽ 80കളുടെ അവസാനം അല്ലെങ്കിൽ 90കളുടെ ആദ്യത്തിലാണ് നമുക്ക് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് വന്നത്. അപ്പോൾ അന്നത് മധ്യവർഗത്തിന് മുകളിലുള്ളവരുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ക്രെഡിറ്റ് കാർഡ്. സാധാരണക്കാർക്ക് ഇത് എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു. ഈ ക്രെഡിറ്റ് കാർഡിനോട് പേടി എന്നത് പോയിട്ട് ഡെബിറ്റ് കാർഡ് വന്ന സമയത്ത് ഡെബിറ്റ് കാർഡ് പോലും വാങ്ങാൻ ധൈര്യപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ബാങ്കുകൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾക്ക് ഡെബിറ്റ് കാർഡ് കൊടുത്തത്. അപ്പോൾ റീസൺ ഇത്രേ ഉള്ളൂ. ഈ ക്രെഡിറ്റ് കാർഡ് അന്ന് ആ കാലഘട്ടങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിരുന്നത് ഹൈ ഇൻകം ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ്. മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ കേട്ടിട്ട് വലിയ ആളുകൾക്ക്, അതായത് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണെങ്കിൽ നമ്മളിത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി പോവും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ആളുകൾ അതിലേക്ക് വരാൻ മടിച്ചത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് ആ കാലഘട്ടങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവായിരുന്നു. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വൈഡായിട്ട് ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം ക്യാഷ്ലെസ് എക്കോണമി കോൺസെപ്റ്റ് ഗവൺമെൻറ് വൈഡൻ ചെയ്തതിന് ശേഷമാണ് ക്രെഡിറ്റ് കാർഡ് വ്യാപകമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഉള്ള കുറച്ച് ഷോപ്പുകളിൽ ഒഴികെ നമ്മൾ സബർബൻ റൂറൽ ഏരിയകളിലേക്ക് പോയി ഒരു സ്ഥലത്തും ഈ പണ്ട് കടം കൊടുക്കില്ല അല്ലെങ്കിൽ നോ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്ന പോലെ നോ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നോട്ട് അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ക്രെഡിറ്റ് കാർഡിനെ എൻ്റെ ഉപഭോക്താക്കളും അത് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട ഷോപ്പുകളും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റബിൾ അല്ലാതിരുന്നതിൻ്റെ അല്ലെങ്കിൽ വൈഡ്ലി പോപ്പുലർ അല്ലാതിരുന്നതിൻ്റെ ഒരു റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രെഡിറ്റ് കാർഡുകൾ ഉപകാരപ്രദമാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ അത് പലപ്പോഴും വില്ലനായി മാറിയിട്ടുമുണ്ട്. പലർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വില്ലനായി ക്രെഡിറ്റ് കാർഡ് മാറുന്നത്? അല്ല, ഈ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ചതുര കഷണം, പ്ലാസ്റ്റിക്കിൻ്റെയോ മെറ്റലിൻ്റെയോ ഒരു ചതുര കഷണം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ലോണാണ്. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലോൺ അപകടകാരിയാവുന്നത് പോലെ തന്നെ നമ്മൾ കടക്കെണി ചെന്ന് പെടുന്ന ഒരു സാധനമാണ്. കടക്കെണി പ്ലസ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വില്ലനായി പോണത്. സത്യത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഉപകാരമുള്ളൊരു, എനിക്ക് തോന്നുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും ഫ്രീ ഓഫ് കോസ്റ്റ് ഉപയോഗിക്കാവുന്ന ഒരു കൺസ്യൂമർ സർവീസാണ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സാമ്പത്തികമായിട്ട് നമുക്ക്
എല്ലാ മാസവും അത് റോൾ ചെയ്യാനും അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും പർച്ചേസിങ്ങിനും ഒക്കെ ആയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. അത് വളരെ ഉപകാരപ്രദവുമാണ്. പക്ഷേ അത് ചിലപ്പോഴൊക്കെ കൈവിട്ടു പോകുന്നുണ്ട്. അത് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അല്ല, കൈവിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കം വേണം എന്നുള്ളതാണ്. കാരണം ഒന്ന് നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ മാസ വരുമാനത്തിന് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ അടച്ചു തീർക്കാനുള്ള മാസ വരുമാനം കൂടി നമ്മളതിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിർലോഭം നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചിലവാക്കിയാൽ നമുക്ക് ബില്ലിറങ്ങി 15 ദിവസത്തിനുള്ളിൽ നമുക്ക് കാശ് അടയ്ക്കണ്ടേ. വൺസ് ബില്ല് ഇഷ്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 15 ഡേയ്സ് നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ പിന്നെ അതിൽ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല. അന്ന് അത് റോൾ ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ പ്രശ്നം ഇതാണ്, നമ്മുടെ മന്ത്ലി വരുമാനത്തിനേക്കാളും കൂടിയൊരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് ലിമിറ്റ് മുഴുവൻ അല്ലെങ്കിൽ അതിന് ഈ മന്ത്ലി വരുമാനത്തിന് മുകളിലുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്, അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതായത് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിറ്റ്, ഒരു നല്ല ഫൈനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളൊരു ഹാബിറ്റ് പോലെ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വലിയ ലിമിറ്റുള്ള കാർഡുകൾ. സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ ഇൻകം ഉള്ള ഒരാൾക്ക് വലിയ ലിമിറ്റ് കാർഡ് കിട്ടില്ല. പിന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊരു കാർഡ് എടുത്തിട്ട് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തന്നെ, ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനി തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലിമിറ്റ് കൂട്ടി തന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ഈ മന്ത്ലി ഇൻകം ഒത്തിരി കൂടിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൻ്റെ പുറത്ത് നമ്മൾ വലിയൊരു തുക ക്രെഡിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് ഈ പ്രശ്നം വരണത്. ഒരുപാട് ലിമിറ്റുള്ള കാർഡ് എടുത്ത് കയ്യിൽ വയ്ക്കാതിരിക്കുക. രണ്ടാമത്തത് ചാർജുകൾ. അപ്പോൾ ചാർജസ് കുറവുള്ള അല്ലെങ്കിൽ ചാർജസ് ഇല്ലാത്ത രീതിയിലുള്ള കാർഡുകൾ എടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഇത് കൊണ്ടു നടക്കാം. ഒരു വളരെ കുറഞ്ഞ ലിമിറ്റിൽ വളരെ കുറഞ്ഞ ലെവലിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരുടെ കാര്യമായിട്ട് പറഞ്ഞത്, അത് ഉപയോഗിച്ച് നമ്മൾ അതിലൊരു ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് അടയ്ക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രാജുവലായിട്ട് ലിമിറ്റ് കൂട്ടുകയോ കാർഡുകളുടെ എണ്ണം കൂട്ടുകയോ ഒക്കെ ചെയ്താലും ഒരു പ്രശ്നമില്ല. 4 കാർഡ് വെച്ചിട്ട്, അതായത് ഡിഫറൻറ്റ് ബില്ലിംഗ് സൈക്കിളുള്ള 4 കാർഡ് വെച്ചിട്ട് ഏകദേശം അദ്ദേഹത്തിൻ്റെ മുഴുവൻ എമൗണ്ട് എക്സ്പെൻഡിച്ചറുകളും, ഒരു മാസത്തെ എക്സ്പെൻഡിച്ചറുകളും ഒരു മാസം അല്ലെങ്കിൽ 45 ദിവസം ക്രെഡിറ്റ് അവൈൽ ചെയ്ത് പോകുന്ന ഒരു ക്ലയൻറ്റ് എനിക്കുണ്ട്. അദ്ദേഹം അതൊരു ത്രില്ലായിട്ട് അദ്ദേഹം കാണണം. അതായത് അദ്ദേഹത്തിന് ഫണ്ടില്ലാത്തിട്ടൊന്നുമല്ല. പുള്ളി പറയണ ആ മെയിൻറ്റെയിൻ ചെയ്യണ ആ ഒരു തുകയുണ്ടല്ലോ, അത് പുള്ളി ഡെറ്റ് ഫണ്ടിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ പുള്ളിക്ക് അതൊരു ഗെയിം പോലെയാണ് പുള്ളി അത് കൊണ്ടുപോകണം. ഞാനത് കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഈസി അല്ല. അത്രയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു ഹാബിച്വലായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഈ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ പരമാവധി ഉപയോഗിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ക്രെഡിറ്റ് ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കാർഡ്, ഒരു ക്രെഡിറ്റ് കാർഡ് അവർ തരുമ്പോഴത്തേക്കും, ഈ ക്രെഡിറ്റ് കാർഡ് ഏജൻസി നമുക്ക് തരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബാങ്ക് തരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് പരമാവധി എത്ര രൂപയാണ് അത് വെച്ച് നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് അവൈൽ ചെയ്യാനോ പറ്റുന്നതെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ കാർഡാണ്, 1 ലക്ഷം രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ഒരു കാർഡാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെയുള്ള പർച്ചേസുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്ന എന്ത് പേയ്മെൻറ്റിനും ആ 1 ലക്ഷമാണ് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ചില കാർഡുകൾ ക്രെഡിറ്റ് ലിമിറ്റിന് മുകളിൽ ഉപയോഗിക്കാൻ സമ്മതിക്കും, പക്ഷേ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് കുറേ അധികം ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന്, ഇൻകത്തിൻ്റെ സ്റ്റെബിലിറ്റി. ഈ കാർഡ് അപ്ലൈ ചെയ്യുന്ന ആളുടെ ഇൻകം സ്റ്റെബിലിറ്റി, എന്നും അയാൾക്ക് ഏകദേശം ഒരേ രീതിയിലുള്ള കൺസിസ്റ്റന്റ് ഇൻകം ഉണ്ടോ എന്നുള്ളത് നോക്കും. രണ്ടാമത്തെ, എംപ്ലോയ്മെന്റ് സ്റ്റെബിലിറ്റി. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ എംപ്ലോയ്മെന്റ് തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ അയാൾക്ക് ജോലി ഇല്ലാത്ത ഒരാളായി പോവോ, അത്. പിന്നെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഹിസ്റ്ററി. മുമ്പ് ഇതുപോലെയുള്ള ലോൺ പ്രോഡക്റ്റുകളോ ക്രെഡിറ്റ് കാർഡുകളോ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ഒരാളാണോ, ഏത് രീതിയിലാണ് അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള അത് വീണ്ടും ഈ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അത്. പിന്നെ മൂന്നാമത്തെ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ്.
നമ്മൾ മുമ്പൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിബിലൊക്കെ പോലെയുള്ള ആളുടെ ക്രെഡിറ്റ് വർത്തിനെസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ്, ഇതാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ വരുന്ന ഒരു കാര്യം ഡെറ്റ് ടു ഇൻകം റേഷ്യോ എന്നുള്ളതാണ്. അതായത് അയാളുടെ മാസ വരുമാനത്തിനനുസരിച്ചിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ മാത്രമല്ല മറ്റു ഏതെങ്കിലും ലോണുകളോ കമ്മിറ്റ്മെൻറ്റ്സ്, ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും. കാരണം ഓൾറെഡി കുറേ അധികം ലോണുകളുണ്ട്, അതിൻ്റെ EMI അടയ്ക്കാൻ തന്നെ കഷ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻകം എന്നുണ്ടെങ്കിൽ വലിയൊരു ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഇത് മീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ ആ ബാങ്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ബാങ്കുമായിട്ടാണ് നമ്മൾ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാർഡാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം അവർക്കറിയാം നമ്മളുടെ ഈ ബാങ്കിൽ എത്രത്തോളം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ആളുടെ ഒരു രീതി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് സാധാരണ ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡുകൾ 45 ദിവസത്തെ ക്രെഡിറ്റ് പരിധി നമുക്ക് തരാറുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ അടച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ പലർക്കും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത്, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, ഒരു സർവീസ് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് അവൈൽ ചെയ്യുന്നു, അതിനുശേഷം ഉള്ള 45 ദിവസത്തിനുള്ളിൽ ഇത് അടച്ച് തീർത്താൽ മതിയോ, അതോ ഈ ക്രെഡിറ്റ് കാർഡ് പറയുന്ന 45 ദിവസം എന്ന പരിധിക്കുള്ളിലാണോ ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയം? അത് ഒരു ഫോൾസ് നോഷനാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഒരു വില്ലനാണെന്ന് പറഞ്ഞ പോലെ തന്നെ തെറ്റായ ഒരു നോഷനാണ് 45 ദിവസം നമുക്ക് ക്രെഡിറ്റ് കിട്ടും എന്നുള്ളത്. എല്ലാത്തിനും നമുക്ക് 45 ദിവസം ക്രെഡിറ്റ് കിട്ടില്ല. അതായത് നമ്മൾ അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ, അതായത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു, ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ തന്നെ 2-3 കാര്യങ്ങൾ അവർ നമുക്ക് ഫിക്സ് ചെയ്ത് തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റാണ്, ക്രെഡിറ്റ് ലിമിറ്റാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബിൽ ഡേറ്റ് എന്താണെന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മുടെ പേ ബൈ ഡേറ്റ് എന്താണെന്നുള്ളതാണ്. ഈ ബിൽ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാർഡിനെ സംബന്ധിച്ച് ഒരു മാസത്തെ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ 21-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ 14-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ 30-ാം തീയതി ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും. ആ 30-ാം തീയതി ബില്ല് നമുക്ക് അവരയക്കും, ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനി. ഈ 30-ാം തീയതിക്ക് ശേഷം, ഇപ്പോൾ 30-ാം തീയതിയാണ് ബിൽ ഡേറ്റ് എന്നുണ്ടെങ്കിൽ ആ 30-ാം തീയതിക്ക് ശേഷം നമ്മൾ നടത്തുന്ന പർച്ചേസുകൾ അല്ലെങ്കിൽ നടത്തുന്ന പേയ്മെൻറ്റുകൾ, അത് എന്നാണോ നടക്കുന്നത് അത് കഴിഞ്ഞ് അടുത്ത ബിൽ ടൈം വരെയാണ് നമുക്ക് ഉള്ളത്. ബിൽ ടൈം കഴിഞ്ഞാൽ വൺസ് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ സാധാരണ അത് കഴിഞ്ഞൊരു 15 ദിവസമാണ് ഇത് അടയ്ക്കാൻ കിട്ടുന്നത്. 10-15 ദിവസമാണ് അടയ്ക്കാൻ കിട്ടുന്നത്. ഇപ്പം ഈ നമ്മളുടെ ബിൽ ഡേറ്റ്, പേ ബൈ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ 30-ാം തീയതി ബില്ല് വരുന്ന ഒരു കാർഡിനെ സംബന്ധിച്ച് 15-ാം തീയതിയോ 16-ാം തീയതിയോ 20-ാം തീയതിയൊക്കെ ആയിരിക്കും അതിൻ്റെ ബില്ല് അടയ്ക്കാൻ വരുന്നത്. അപ്പോൾ എത്ര ദിവസം കിട്ടും നമുക്ക്? 30-ാം തീയതി ബില്ല് വന്നു കഴിഞ്ഞ് 1-ാം തീയതി നമ്മൾ നടത്തുന്ന പർച്ചേസിന് അതിൻ്റെ ബില്ല് വരുന്നത് അടുത്ത മാസം 30-ാം തീയതിയാണ്. അപ്പോൾ 30 ദിവസം ക്രെഡിറ്റ് കിട്ടി. വീണ്ടും ആ 30-ാം തീയതി ഇറങ്ങുന്ന ബില്ലിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് അടുത്ത മാസം 15-ാം തീയതി 20-ാം തീയതിയാണ്. അപ്പോൾ ഒരു 45-50 ദിവസത്തിൻ്റെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടാവുന്ന പരമാവധി ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2-ാം തീയതിയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറയും, 3-ാം തീയതിയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറയും, 29-ാം തീയതിയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 30-ാം തീയതി ബില്ല് ഇറങ്ങുന്ന ദിവസമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ കയറി വന്നു കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ അടയ്ക്കണ്ടേ. അപ്പോൾ അതിന് 15 ദിവസം കിട്ടണുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇത് ഏത് രീതിയിലും മാനേജ് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ബിൽ ഡേറ്റിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചറുകൾ നടത്തിയാൽ ഏതാണ്ട് 40-45 ദിവസം നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും, അതിന് ക്രെഡിറ്റ് ടൈം കിട്ടും. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ് വേണം. തീർച്ചയായിട്ടും ആ ഒരു പ്ലാനിങ് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. അതിന് മറ്റ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാം. 2-3 റിമൈൻഡേഴ്സ് ഇട്ടാലും കുഴപ്പമില്ല. അതായത് ഇന്ന ഡേറ്റിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനുള്ളതാണെന്ന് നമുക്കൊരു റിമൈൻഡർ ഇടാം. അതിൻ്റെ തലേ ദിവസം നമുക്ക് നാളെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റിമൈൻഡർ ഇടാം. ഈ ലാസ്റ്റ് ഡേ എന്നാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അന്നത്തേക്ക് ഒരു റിമൈൻഡർ ഇടാം. അത് നമുക്ക് മാനുവലി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അതല്ലാതെ പലതരം ആപ്പുകളുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ആപ്പ് പറഞ്ഞാൽ ക്രെഡ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ ക്രെഡ് എന്ന് പറയുന്ന ആപ്പിൽ നമ്മളുടെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമുക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമുക്ക്, മാത്രമല്ല ഈ ക്രെഡ് വെച്ചിട്ടൊക്കെ അടയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചില ക്യാഷ് ബാക്കുകളും ക്രെഡിറ്റ് പോയിന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതൊരു അഡീഷണൽ, ഞാൻ നേരത്തെ എൻ്റെ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കതൊരു ഗെയിം പോലെ കൊണ്ടുനടക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ അങ്ങനത്തെ ആപ്പുകളിലൂടെ ഇത് മാനേജ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സാധാരണ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡ്യൂ ഡേറ്റുകൾ വിട്ടുപോകില്ല. കാരണം അത് പീരിയോഡിക്കലായിട്ട് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ക്രെഡ് ഞാൻ പറഞ്ഞെന്നുള്ളൂ, അതുപോലെ ഒത്തിരി അധികം ആപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഞാൻ ക്രെഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്രെഡ് എടുത്ത് പറഞ്ഞത്. അതുപോലത്തെ വേറെ ആപ്പുകൾ കാണും, എനിക്ക് കൃത്യം അറിയില്ല അതിനെപ്പറ്റി. നമ്മൾ ചാറ്റ് ജിപിടിയോടോ ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ. പിന്നെ ശ്രദ്ധിക്കുക, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പ്ലേ സ്റ്റോർ റെക്കമെൻഡ് ചെയ്യുന്ന നല്ല റേറ്റിംഗ് ഉള്ള ആപ്പുകൾ ഉപയോഗിക്കുക. APK ആപ്പുകളൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരാവുന്ന റിസ്കുകൾ കൂടുതലാണ്. മിനിമം ഡ്യൂ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ മിനിമം ഡ്യൂ പേയ്മെന്റ് അടച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൂടുതൽ പണം അടയ്ക്കേണ്ടതായി വരാറുണ്ടോ? മിനിമം ഡ്യൂ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ആ മാസത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ആ മാസത്തെ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ 5%, 7%, 10% ഒരു എമൗണ്ട് ആയിരിക്കും സാധാരണ ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള ടേംസിൽ പറഞ്ഞേക്കണത്. ഈ മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് അത് അവർ ചാർജ് ചെയ്യില്ല. ഈ നമ്മൾ സമയത്തിന് ക്രെഡിറ്റ് കാർഡിൽ കാശ് അടയ്ക്കാതിരുന്നാൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് അല്ലെങ്കിൽ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് ചാർജ് അവർ ചാർജ് ചെയ്യും. അത് നമുക്ക് ഒഴിവാക്കാം മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ. പക്ഷേ മിനിമം ഡ്യൂ അടച്ചാലും നമ്മൾ ഇന്നേ വേ ഡിഫോൾട്ടറാണ്. നമ്മൾ അടയ്ക്കാനുള്ള എമൗണ്ട് അടയ്ക്കാത്ത ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ നമ്മളെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. നമുക്കിപ്പോൾ അടയ്ക്കാനുള്ള തുക ഒരു 50,000 രൂപയാണ്. മിനിമം ഡ്യൂ ഫിക്സ് ചെയ്ത് തരുന്നത് ഒരു 5,000 രൂപയാണ്. നമ്മൾ 5,000 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 45,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഡിലേഡ് പേയ്മെൻറ്റ് ചാർജ് അല്ലെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ചെയ്യില്ല. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയല്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ സമയത്തിന് അടയ്ക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാസം 2.5% മുതൽ 4% വരെയൊക്കെയാണ്. എന്ന് വെച്ചാൽ പെർ ആനം 30% മുതൽ 45%, 48% വരെയൊക്കെ ചാർജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അത് അവിടെയാണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപകടം. നമുക്കൊരു കൃത്യമായ അച്ചടക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായി മാറുന്നത് അവിടെയാണ്. അപ്പോൾ മിനിമം ഡ്യൂവിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളെ ഡിഫോൾട്ടർ ആക്കാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുകയാണ്. അവിടെ തന്നെ മിനിമം ഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഇത്ര % എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ബില്ല് വരുന്ന സമയത്ത് മിനിമം ഡ്യൂ വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വരുന്ന ചാർജുകൾ, നമ്മൾ പലതരം ട്രാൻസാക്ഷൻ നടത്തിയതിന് ചാർജുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആനുവൽ ചാർജസ്, റിന്യൂവൽ ചാർജ്, അങ്ങനത്തെ ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാർജുകൾ, അതുപോലെ നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMIs, ഏതെങ്കിലും നമ്മൾ നടത്തിയൊരു പേയ്മെൻറ്റ് EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ EMI പേയ്മെൻറ്റ്, അതുപോലെ അതിൻ്റെ പുറത്ത് വരുന്ന GSTകൾ, ഈ സർവീസ് ചാർജുകളുടെ പുറത്ത് വരുന്ന GST, അത്തരത്തിലുള്ള ലെവികളെല്ലാം ഈ മിനിമം ഡ്യൂയുടെ കൂടെ ചേർത്തിട്ടായിരിക്കും മിനിമം ഡ്യൂ ഫിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മളുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ പെർസെൻറ്റേജിനേക്കാൾ കൂടിയൊരു തുക, അതായത് 5%, 10% ആണെങ്കിൽ അതിനേക്കാൾ കൂടിയൊരു തുക മിനിമം ഡ്യൂ വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തേക്കുന്ന EMIസോ വേറെ ഏതെങ്കിലും ചാർജസ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ മിനിമം ഡ്യൂ എന്ന് പറയുന്നത് ഓരോ ബില്ലിലും ശ്രദ്ധിക്കണം. നമുക്ക് എന്നും ഒരേ മിനിമം ഡ്യൂ ആയിരിക്കില്ല. അപ്പോൾ ആ മിനിമം ഡ്യൂ നോക്കി കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് അല്ലെങ്കിൽ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജസ് ഒഴിവാകും, പക്ഷേ ഇൻട്രസ്റ്റ് ഒഴിവാകില്ല. ഈ ക്രെഡിറ്റ് കാർഡിന്റെ തിരിച്ചടവ് വൈകിയാൽ ഉണ്ടാകാവുന്ന നൂലാമാലകൾ എന്തൊക്കെയാണ്? ഒരു ലോൺ തിരിച്ചടവ് വൈകിയാൽ ഉണ്ടാകാവുന്ന നൂലാമാലകളെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് വൈകിയാലും ഉണ്ടാവാം. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ഡിഫോൾട്ടർ ആവുന്നു. തിരിച്ചടവ് സമയത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഡിഫോൾട്ടർ ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ആ ഡിഫോൾട്ട് കൊണ്ട് തന്നെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ, ഇപ്പോൾ സിബിൽ സ്കോറോ തത്തുല്യമായിട്ടുള്ള നമ്മളുടെ ക്രെഡിറ്റ് വർത്തിനെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കോറുകൾ പെട്ടെന്ന് താഴേക്ക് പോകും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വൺസ് നമ്മളുടെ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള നമ്മൾ മിനിമം ഡ്യൂ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഡിലേഡ് പേയ്മെൻറ്റ് ചാർജ് വരും, പ്ലസ് ഹയർ റേറ്റ് ഇൻട്രസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 2.5% മുതൽ 4% വരെ മാസം, എന്ന് വെച്ചാൽ പെർ ആനം 30% മുതൽ 48% വരെയൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഒരു ഭീമമായ തുകയാണെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പേയ്മെൻറ്റ് വൈകുന്നതിനെ പറ്റി ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു ലോൺ അടയ്ക്കുന്ന പോലെ തന്നെ അടച്ചു പോകണം. ലോൺ അടയ്ക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണം. കാരണം ലോൺ അടയ്ക്കുന്നതിൽ ഇത്രയും ഇമ്പാക്റ്റ് ഇല്ല. കാരണം ലോണിന് ഓൾറെഡി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിനേക്കാൾ ഒരു പെയിനൽ ഇൻട്രസ്റ്റ് കൂടുതൽ വരും എന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് വളരെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു
വെരി ഹെവി ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ തലയിൽ വന്നു വീഴുന്നത്. അതുകൊണ്ട് ലോൺ എടുത്തതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്. ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ സാധാരണ മട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ പലരും ഈ ഓൺലൈനിൽ EMI ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ EMI ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാർജുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണ നിലയ്ക്ക് ക്രെഡിറ്റ് കാർഡ് EMIയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൺവേർഷൻ ചാർജസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ പ്രോസസിങ് ചാർജസ് എന്ന് പറയുന്ന പോലെ ഒരു കൺവേർഷൻ ചാർജസ് അല്ലെങ്കിൽ പ്രോസസിങ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാർജ് അതിനുണ്ട്. പലപ്പോഴും ഈ നമ്മളുടെ ഓൺലൈൻ കൊമേഴ്സ് സൈറ്റുകളുടെ ഒക്കെ കൊമേഴ്സ് സൈറ്റുകളുടെ എല്ലാം ഓഫറുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ പ്രോസസിങ് ഫീ വേവ് ചെയ്ത് തരും. അപ്പോൾ പ്രോസസിങ് ഫീ സാധാരണ ഗതിയിൽ നമ്മൾ അധികം അറിയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഓഫറുള്ള സാധനങ്ങൾ വാങ്ങാനായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രോസസിങ് ഫീ നമ്മൾ അറിയണില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഒരു EMI ഓപ്ഷന് പോയിട്ടുണ്ടാവും, പ്രോസസിങ് ഫീ എടുക്കുന്നുണ്ടാവും. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എപ്പോഴും നോക്കാത്തത് കൊണ്ട് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നു, ബില്ല് വരുമ്പോൾ നമ്മൾ അടയ്ക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നു എന്തൊക്കെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാത്തതിൻ്റെ കൂടി ഒരു പ്രശ്നമുണ്ട്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ EMIയിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതിനൊരു പ്രോസസിങ് ഫീ ഉണ്ട്. അവിടെ സാധാരണ സംഭവിക്കുന്നത് ഈ പ്രോസസിങ് ഫീ ഈ പർട്ടിക്കുലർ കൊമേഴ്സ് സൈറ്റ് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് അവൈൽ ചെയ്യണമെന്ന് വെച്ചാൽ, സാധനം വാങ്ങിയ സർവീസ് അവൈൽ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ പ്രോസസിങ് ഫീ വേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് ബെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, EMIക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ചെറിയ ഇൻട്രസ്റ്റ് അല്ല, 16%, 18%, 22% ഒക്കെയാണ് EMIയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് മിക്കവാറും എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ EMIയും വരണത്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കൊമേഴ്സ് സൈറ്റുകളൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് വേവ് ചെയ്ത് കൊടുക്കാം. അതായത് നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് ഓഫർ തരാറുണ്ട്. അപ്പോൾ ആ ഓഫർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമുക്ക് വേറെ അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ EMI കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനികളല്ല നമുക്ക് തരണേ, കൊമേഴ്സ് സൈറ്റുകളാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് തരണത്. ഇനി അതുകൂടാതെ ചിലപ്പോൾ അവരും ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിയും തമ്മിലുള്ള ടൈപ്പ് കൊണ്ട് രണ്ടു കൂട്ടരും ബെയർ ചെയ്തിട്ട് ഒരു കൂട്ടർ മാത്രം ബെയർ ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തരണുണ്ടാവും. എനിവേ EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസിങ് ഫീയും ഉണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. ജനറലി നമുക്കത് വരണില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഇതിലെ ഏതോ പാർട്ടി അത് വേവ് ചെയ്യാൻ എഗ്രി ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേവ് ചെയ്യണതാണ്. അപ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള ചാർജുകൾ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, ഹിഡൻ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളും അവരും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. അവർ നമ്മളെ കൊണ്ടൊരു പേപ്പർ ഒപ്പിടിക്കും, അല്ലെങ്കിൽ OTP തന്നിട്ട് നമ്മളെല്ലാ കണ്ടീഷൻസും വായിച്ചു എന്ന് പറയും. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിയിട്ടാണ് ഈ സാധനം നമുക്ക് ഇഷ്യൂ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഇത് മുഴുവൻ നമ്മൾ വായിച്ചു നോക്കാൻ മെനക്കെടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ജോയിനിങ് ഫീ അല്ലെങ്കിൽ ഇനിഷ്യൽ ആനുവലി വരുന്ന ആനുവൽ ഫീ എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിതൊന്നും വായിച്ചു നോക്കാതെയാണ് ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു 90% കേസസിലും വളരെ 10% ആൾക്കാർ മെറ്റിക്കുലസ് ആയിട്ട് ഇതൊക്കെ നോക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ടേംസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ എനിക്കൊരു ഇൻ റൈറ്റിംഗ് വേണോ അല്ലെങ്കിൽ മെയിലിൽ വേണോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങി വെക്കണവരൊഴികെ ബാക്കി എല്ലാവരും ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണേ എങ്ങനെയാണ്, നമ്മൾ വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ വെച്ചും മെട്രോ സ്റ്റേഷനിൽ വെച്ചൊക്കെയാണ് സാർ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് വരണേ. എങ്ങനെയായില്ല നമ്മൾ ക്രെഡിറ്റ് കാർഡിന് നമ്മളെ സമീപിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ടേംസ് മുഴുവൻ വായിച്ച് നോക്കണില്ല. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഹിഡനായിട്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജോയിനിങ് ഫീ ഇല്ല, ഓക്കെ, നല്ല കാര്യം. ആനുവൽ ഫീ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു, ഈ എക്സിക്യൂട്ടീവ് നമ്മളോട് പറയുന്നു. 2 കൊല്ലം കഴിഞ്ഞ് ആനുവൽ ഫീ എടുക്കുന്നുണ്ടോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എടുത്താലേ അറിയുള്ളൂ, ഇല്ലെങ്കിൽ അതങ്ങനെ അടച്ചു പോകും. ഈ ഇൻകത്തിന് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് റെഗുലറായിട്ട്, ചിലരൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ പോലും കൊടുത്തേക്കണവരുണ്ടാവും. ബില്ല് വരുന്നു, ബാങ്കിൽ നിന്ന് ECS അടിച്ചു പോകുന്നു, ഇതറിയില്ല. അപ്പോൾ വരാൻ പോസിബിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ പോസിബിലിറ്റി ഉണ്ട് ഈ ഹിഡൻ ചാർജസ്. അതുപോലെ വേറൊരു വരാവുന്ന അപകടമാണ്, നമ്മളൊരു പർട്ടിക്കുലർ കാർഡ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ എടുക്കുന്ന സമയത്ത് അതിൽ ഫ്രിൽസ് ഒന്നും ഉണ്ടാവില്ല. ജോയിനിങ് ഫീ ഇല്ല, ആനുവൽ മെയിൻ്റനൻസ് ഫീ ഇല്ല, ആനുവൽ ഫീ ഇല്ല, റിന്യൂവൽ ഫീ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര സ്പെൻഡ് ചെയ്തോളണം എന്നുള്ള ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവർ നമുക്ക് ലിമിറ്റ് കൂട്ടി തരാമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്കും സാർ ഇപ്പം ഈ പോണ കാർഡ് മാറ്റിയിട്ട് ഇപ്പോൾ പ്ലാറ്റിനം ആയിരുന്നു, അത് നമുക്ക് റീഗലിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇമ്പീരിയലിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മൾ കാർഡ് സ്വിച്ച് ചെയ്യണ സമയത്ത് നമ്മൾ വീണ്ടും ചോദിക്കണില്ല
ഇതിന് ചാർജസ്. ഈ കാർഡിൽ നിന്ന് പോയിട്ട് മറ്റേ കാർഡ് വരുമ്പോൾ അതൊരു പുതിയ എഗ്രിമെന്റാ, അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് കണ്ണ് തുറന്നിരുന്ന് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാന്നുള്ളതാണ് അതിന് മാർഗമുള്ളൂ. ഈ ഏറെക്കുറെ സൗജന്യം എന്ന മട്ടിലാണ് ബാങ്കുകൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബാങ്കുകൾക്ക് ഇത് എങ്ങനെയാണ് ലാഭകരമായി മാറുന്നത്? അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ വെച്ചേക്കുന്ന ആളാണ്, നമ്മുടെ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ് വെച്ചേക്കുന്ന ആളാണ് ഒരു ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച്, ഈ ബാങ്കിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡിന്റെ കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർക്ക് ഏതാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോയിനിങ് ഫീ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് ഫീ, റിന്യൂവൽ ഫീ ഒക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, മറ്റ് ഫ്രിൽസ് ഇല്ലാതെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സൗജന്യം എന്ന് ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ഒരു ട്രാൻസാക്ഷനും സാധാരണ നിലയ്ക്ക് ക്രെഡിറ്റ് കാർഡിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷനും ഫ്രീ അല്ല. അത് കാശ് കൊടുക്കേണ്ടത് ആരാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മർച്ചൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സർവീസ് അവൈൽ ചെയ്യണത്, നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഈ കാർഡ് സ്വൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ വെച്ചേക്കണ ആള് ഓരോ ട്രാൻസാക്ഷനും ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്ക് പേയ്മെന്റ് കൊടുക്കണം. അത് 1.5%, 1%. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ സീസൺ അനുസരിച്ചൊക്കെ കൂടുതൽ സെയിൽ വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ച് വേവ് ഒക്കെ ചെയ്ത് കൊടുക്കണ്ടാവും. എനിവേ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് ഓരോ ട്രാൻസാക്ഷനും അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഒരു വിമുഖത ഉണ്ടായിരുന്നത്. കാരണം നമ്മളിപ്പോൾ 10,000 രൂപയുടെ സാധനം വാങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 10 പൈസ ചിലവില്ല. പക്ഷേ ഈ കടക്കാരന് അതിൻ്റെ പുറത്ത് 150 രൂപ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവനതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് 150 രൂപ പോണത്. അപ്പോൾ അതായിരുന്നു എൻ്റെ സാഹചര്യം. ഈ സർവീസ് ചാർജ് കൂടാതെ ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോൾ ഒരു മൊത്തം ഉള്ള 100% അല്ലെങ്കിൽ നമ്മളെ എണ്ണത്തിൽ പറഞ്ഞ ഒരു 10,000 കസ്റ്റമേഴ്സ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ്, ഒരു പർട്ടിക്കുലർ കാർഡ്, ആ കാർഡിൻ്റെ അകത്ത് എല്ലാവരും കൃത്യമായിട്ട് കാശ് അടയ്ക്കില്ല. കുറച്ച് പേരെങ്കിലും ഡിഫോൾട്ടേഴ്സ് ഉണ്ടാവും. ആ ഡിഫോൾട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ചെറുതല്ല. അപ്പോൾ അതും ഒരു വരുമാനമാണ്. പിന്നെ നമുക്ക് ഈ റിവാർഡ് റിഡംഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിയുണ്ട്, EMI കൺവേർഷൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഫീസ് ചാർജ് ചെയ്യണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ക്രെഡിറ്റ് കാർഡ് സാധാരണഗതിയിൽ അവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമുള്ള അഫയർ അല്ല. അത്യാവശ്യം മാത്രമല്ല, ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം നടക്കണ പല ട്രാൻസാക്ഷൻസും ഉണ്ട്. ഇപ്പോൾ ക്യാഷ് കൊടുത്ത് ഞാനത് മേടിക്കാൻ റെഡിയല്ല, ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മാത്രമേ നടത്തുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ കച്ചവടം അതിലേക്ക് വന്നല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെ നോക്കിയാലും വിൻ വിൻ സിറ്റുവേഷനാണ്. എൻ്റെ കസ്റ്റമറെ സംബന്ധിച്ചും കച്ചവടക്കാരനെ സംബന്ധിച്ചും ക്രെഡിറ്റ് കാർഡ് കമ്പനീനെ സംബന്ധിച്ച് ഈ പ്രസ്ഥാനം നഷ്ടമൊന്നുമില്ല. പിന്നെ അവർക്ക് അതല്ലാതെ അവരുടെ മറ്റ് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാം. ഒരു ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളോട് അവർക്ക് വിളിച്ചിട്ട് പറയാം, സാർ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് അത് നിങ്ങൾ ഇത് വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര കുറവ് കിട്ടും എന്ന്. അപ്പോൾ അത് ഒരു ബെനിഫിറ്റാണ്. അങ്ങനെ അവർക്ക് പലതരത്തിൽ ഇതിൽ നിന്ന് റവന്യൂ ഉണ്ട്. എന്തായാലും ഇതൊന്നും നഷ്ടത്തിലല്ല പോണത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കമ്പനി ഈ രീതിയിലൊക്കെയാണ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് ചില ഫീസുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരും ഈ ജോയിൻറ്റ് ഫീ അതുപോലെ തന്നെ ആനുവൽ ഫീ അങ്ങനെയുള്ളതൊക്കെ വേവ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഫീസുകൾ നിലവിലുണ്ട്. ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇത് ഉപഭോക്താവിനൊരു ബർഡൻ ആകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, സാധാരണഗതിക്ക് ആ ക്രെഡിറ്റ് കാർഡ് കമ്പനി അവരുടെ ആ ഒരു പ്രോഡക്റ്റിൽ അവർ ഉദ്ദേശിക്കുന്ന ഫീസുകൾ ഇതൊക്കെയാണ്. മിക്കവാറും എല്ലാ പ്രോഡക്റ്റിലും ആ ഫീസ് ഉണ്ടാവും. പിന്നെ ചില ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആനുവൽ ഫീ അല്ലെങ്കിൽ റിന്യൂവൽ ഫീ അത് ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനി തീരുമാനിക്കണതാണ്. ഉപഭോക്താവിന് അതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. കാരണം അത് അവരാണത് ഡിസൈൻ ചെയ്യണത്. അതിൻ്റെ കോസ്റ്റ് അതുമാത്രമല്ല കേട്ടോ, കോസ്റ്റ് പലതും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓവർ ഡ്യൂ, നമ്മളിപ്പോൾ നമുക്കുള്ള ലിമിറ്റിനേക്കാൾ കൂടുതൽ ചില കാർഡുകൾ ലിമിറ്റ് അവൈൽ ചെയ്യാൻ, അതായത് ലോൺ പോലെ, അതായത് ഓൾറെഡി ഇതൊരു ലോണാണ്, അതിനേക്കാൾ കൂടുതൽ നമുക്കിപ്പോൾ 1 ലക്ഷമാണ്, നമുക്ക് അതിൻ്റെ 10% അല്ലെങ്കിൽ 20% കൂടി വേണമെങ്കിൽ നമുക്ക് ഓവർ ഡ്യൂ എടുക്കാം. പക്ഷെ അതിന് അവരൊരു ഫീസ് ചാർജ് ചെയ്യും. അതുപോലെ കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാർഡ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി അതിൽ നടക്കുന്നു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ കാർഡ് എടുക്കാം. അപ്പം അങ്ങനെ കാർഡ് പുതിയത് എടുക്കുന്നതിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അടയ്ക്കാൻ വൈകിപ്പോയതിന്, അതുപോലെ നമ്മൾ ചെക്ക് കൊടുത്തു, ചെക്ക് സമയത്തിന് പാസ്സായില്ല, അല്ല ഫണ്ട് നമ്മുടെ ബാങ്കിൽ ഫുൾ ഫണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ 10,000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ട് 9,999 പൈസ ഉണ്ടായാലും ചെക്ക് പാസ്സാവില്ല. അപ്പോൾ അവർക്ക് കിട്ടേണ്ട കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ അവർ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ECS കൊടുത്തിട്ട് ECS കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് പോയില്ല, നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് നമ്മൾ ആ ഡേറ്റ് ഒരു ദിവസം വിട്ടിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലൊക്കെ ഏത് പോയിന്റ് ഓഫ് ടൈമിലും
ചാർജസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മളും ഈ കമ്പനിയും തമ്മിൽ ഈ കാർഡ് എടുത്ത സമയത്തുള്ള എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ATMകളിൽ നിന്ന് പണം പിൻവലിക്കരുത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ATMിൽ നിന്ന് പണം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്യാഷ് ലോൺ എടുക്കലാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ATMിൽ നിന്ന് കാശ് വലിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ലോൺ വാങ്ങുന്നത് പോലെയാണ്. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പ്രോസസ്സിംഗ് ഫീ. നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമ്മൾ അതിൽ നിന്ന് കാശ് പിൻവലിക്കുമ്പോഴത്തേക്കും ഒരു ലോൺ അവർ തന്നു എന്നുള്ളതാണ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ആണ്. അത് സാധാരണ ഇതിൽ 300-500 രൂപയൊക്കെ ആയിരിക്കും. നമ്മൾ 100 രൂപയാണ് വലിച്ചതെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു മിനിമം ചാർജ് ഉണ്ടാവും, മിനിമം പ്രോസസ്സിംഗ് ഫീ ഉണ്ടാവും. ആ ചാർജ് അവർ എടുക്കും. പിന്നെ അതുകൂടാതെ ഈ വലിക്കുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റും വരും. ഇൻട്രസ്റ്റ് ഹയർ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ATMിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMിൽ നിന്ന് ക്യാഷ് വലിക്കുന്നത് റിസ്ക് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വളരെ ചുരുക്കം ചില കാർഡുകൾ ATM വിഡ്രോവൽ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ചാർജസ് ഇല്ലാതെയൊക്കെ കൊടുക്കുന്ന, അതൊക്കെ ഈ കോമ്പറ്റീഷൻ കൂടുതലുള്ള മാർക്കറ്റിൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നതിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഞാൻ കണ്ടിട്ട് ഈ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ അടുത്ത് മാർക്കറ്റിങ്ങിന് വന്ന ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് വെച്ചിട്ട് സാർ ക്യാഷ് വിഡ്രോ ചെയ്താലും സാറിന് വേറെ ചാർജ് ഒന്നും വരില്ല, സാധാരണ ATMിൽ നിന്ന് ഡെബിറ്റ് കാർഡ് വെച്ച് വിഡ്രോ ചെയ്യണ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പക്ഷെ അത് എത്ര നാളത്തേക്ക് എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ചിലപ്പോൾ 6 മാസത്തേക്കായിരിക്കും ഓഫർ ഉള്ളത്. നമ്മളത് വെച്ചിട്ട് എല്ലാ തവണയും പോയി വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാശ് വരും. അപ്പോൾ അതൊക്കെ ഹിഡനായിട്ട് വരാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ക്രെഡിറ്റ് കാർഡ് അഗൈൻസ്റ്റ് FD എന്ന് പറയുന്നൊരു സംവിധാനമുണ്ടല്ലോ, അത് എത്രമാത്രം ഉപകാരമാണ് സാധാരണ ക്രെഡിറ്റ് കാർഡുകളെ അപേക്ഷിച്ച്? അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യണതിനുള്ള ക്രൈറ്റീരിയ പറഞ്ഞല്ലോ, ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു എൻട്രി, നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് എന്തായാലും വേണം. നമുക്ക് കുറേ ഓൺലൈൻ പർച്ചേസ് നടത്താനുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ക്രെഡിറ്റ് കാർഡ് വേണമെന്നുള്ള ഒരാൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ക്രെഡിറ്റ് കാർഡ് അഗെയിൻസ്റ്റ് FD. നമ്മൾ ഒരു ബാങ്കിൽ നമ്മളുടെ ഒരു FD കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് FD ഇട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് ചോദിക്കുക. ആ ബാങ്കിന് ആ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അഗെയിൻസ്റ്റ് FD എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് അവിടെ FD കിടക്കുന്നത് അവരൊരു മാർജിൻ പറയും അതിന്. ഇപ്പോൾ 5 ലക്ഷം 1 ലക്ഷം രൂപ കിടപ്പുണ്ടെങ്കിൽ പരമാവധി നമുക്ക് 80,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് അവർ തരും, അല്ലെങ്കിൽ 75,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് തരും. അതായത് അവർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആ FD അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ അവൈൽ ചെയ്തിട്ട് അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരൊരു മാർജിൻ ഫിക്സ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് കുറച്ച്, നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 70,000 രൂപയുടെ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് തരാം. അത് വെച്ച് നമ്മൾ ചെയ്യണതുകൊണ്ട് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ FD കിടക്കുന്നതിനെ അഗെയിൻസ്റ്റാണ് ഇത് ചെയ്യണത്. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നടക്കും. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് നമ്മൾ അവൈൽ ചെയ്യണ ക്രെഡിറ്റ് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഹിസ്റ്ററി നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകുമ്പോഴത്തേക്കും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എൻട്രി ലെവലിൽ ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ക്രെഡിറ്റ് കാർഡ് അഗെയിൻസ്റ്റ് FD. പക്ഷേ എല്ലാ ബാങ്കുകൾക്കും എല്ലാ പ്രൊവൈഡേഴ്സിനൊന്നും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ കാര്യം, കൺസെപ്ച്വലി ഇതാണ്. നമുക്കിപ്പോൾ ഈ ഡെബിറ്റ് കാർഡുകളിലൊക്കെ പർച്ചേസിനായിട്ട് NFC അല്ലെങ്കിൽ വൈഫൈ ടാപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് ക്രെഡിറ്റ് കാർഡുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിലൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമ്പോൾ പലരും ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ഇത്തരം ഡിവൈസുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ RFID, ഈ നമ്മുടെ വൈഫൈ മോഡലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഈ POSൽ, അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വരണ OTPയോ അല്ലെങ്കിൽ പിന്നൊന്നും അടിക്കേണ്ട, അതിന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ട്രാൻസാക്ഷൻ നടന്നു പോകും. അപ്പോൾ ഈ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാർഡ് ഒരാൾ ആ സ്കാനർ വെച്ചിട്ട്, വൈഫൈ സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്താൽ പണം പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു POSൽ തന്നെ നമ്മളൊരു കൗണ്ടറിൽ തന്നെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ക്ലർക്ക് ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞ് വേറൊരു പേയ്മെൻറ്റും കൂടി നടത്തി നമ്മളതിൻ്റെ മെസ്സേജ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പേയ്മെൻറ്റ് പോവാം. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ശ്രീത്ത് ചോദിച്ച പോലെ പോക്കറ്റിൽ കിടക്കുന്നത് ടാപ്പ് ചെയ്തിട്ട് കാശ് പോകണേ, അതിന് RFID ഇതായിട്ടുള്ള RFID സ്കാൻ പ്രിവെൻറ്റ് ചെയ്യണ രീതിയിലുള്ള വാലറ്റുകൾ കിട്ടും നമുക്ക്. നല്ല പ്രധാനപ്പെട്ട നല്ല കമ്പനികളുടെയൊക്കെ പേഴ്സുകളിലെല്ലാം ഈ RFID പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഈ RFID പ്രൊട്ടക്ഷനുള്ള കവർ വാങ്ങി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അതിൽ വെച്ചിട്ട് പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ അത് റീഡ് ചെയ്യില്ല.
അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗിക്കാന്നുള്ളതേ അതിന് മാർഗമുള്ളൂ. ചില അഡ്വാൻസ്മെന്റ്സിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അത് കുറച്ച് ഇൻ ടേൺ അതിനെന്തെങ്കിലും ഒരു തടസ്സം വരുമായിരിക്കും. നിലവിൽ ഈ ഒരു പ്രശ്നം ഉണ്ട്. അത് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ മാർഗമുള്ളൂ. ക്രെഡിറ്റ് കാർഡുകളല്ല എല്ലാ കമ്പനികളും തന്നെ റിവാർഡുകൾ ഓരോ പർച്ചേസിനും നമുക്ക് കൊടുക്കാറുണ്ട്. ഈ റിവാർഡുകൾ നമ്മൾ റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ റിഡംഷൻ എങ്ങനെയാണ്? റിവാർഡ് റിഡംഷൻ മിക്കവാറും എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ഒന്നുകിൽ ഈ റിവാർഡ് റിഡംഷന് വേണ്ടി തന്നെ ഒരു ആപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് കാണും. ഇല്ലെങ്കിൽ ഈ റിവാർഡ് റിഡംഷന് വേണ്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണ പോർട്ടൽ, ഈ ആ പർട്ടിക്കുലർ ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെ തന്നെ റിവാർഡ് റിഡംഷന് വേണ്ടിയിട്ട് വേറെ ഒരു സംവിധാനം അവർ ഓൺലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എനിവേ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി അറിയാം നമുക്ക് എത്ര റിവാർഡ് കിടപ്പുണ്ടെന്നുള്ളത്. ഈ റിവാർഡിനൊരു പ്രത്യേകതയുണ്ട്. റിവാർഡ് നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആദ്യം കിട്ടിയ റിവാർഡുകൾ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ റിവാർഡുകൾ ഒരു പീരിയോഡിക്കലായിട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ റിവാർഡുകൾ എപ്പോഴും നമ്മൾ ഈ റിവാർഡ് ആപ്പിലോ അത് നമ്മൾ അവരോട് ഇതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഈ റിവാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ റിവാർഡുകൾ ചില ബാങ്കുകൾ റിവാർഡുകൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. ചിലത് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസിനുള്ള കൂപ്പണായിട്ടോ ഡയറക്റ്റ് ആ സൈറ്റിൽ നിന്ന് വാങ്ങാനുള്ള സംവിധാനമൊക്കെ ആയിട്ടാണ് പലപ്പോഴും. സാധാരണ ഇതിൽ റിവാർഡ് നേരിട്ട് ഉപയോഗിക്കുകയല്ല ചെയ്യണം. ഈ റിവാർഡിനെ നമ്മൾ ഒരു ക്യാഷ് കൂപ്പണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൂപ്പണോ പർച്ചേസ് കൂപ്പണോ എന്തെങ്കിലും ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ട സാധാരണ ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒന്നുകിൽ ഇവരുടെ ആപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ പോലെയുള്ള സംഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ആ പർട്ടിക്കുലർ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ സൈറ്റിൻ്റെ ആ ഒരു അക്കൗണ്ടിൽ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാവും. അത് വെച്ചിട്ടാണ് സാധാരണ അത് ചെയ്യേണ്ടത്. അതായത് അച്ചടക്കത്തോടെയുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ റിവാർഡ് റിഡംഷനും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. വളരെ നമുക്ക് നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ റിവാർഡ് വെച്ചിട്ട് പർച്ചേസും അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഒക്കെ വാങ്ങാൻ പറ്റും. മറ്റൊന്ന്, ഈ വിദേശത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് വിദേശത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ ചാർജുകൾ വരാനുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ നികുതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബാങ്കിൽ നിന്നുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്ന പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അതേ രീതിയിലുള്ള നിയമപരമായ നൂലാമാലകളുണ്ട്. ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള ക്രോസ് ബോർഡർ പേയ്മെന്റ്സിന് ഉണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചാർജസ്. ഫോറക്സ് നമ്മൾ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും വരുന്ന ചാർജസ്, അത്തരത്തിലുള്ള ചാർജുകൾ ഈ ബാങ്ക് അഡീഷണൽ ആയിട്ട് നമ്മളുടെ നിന്ന് ചാർജ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇഷ്യൂ ചെയ്ത ഒരു കാർഡ് ഇന്റർനാഷണലി ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ട്രാൻസാക്ഷന് ഒരു അഡീഷണൽ ചാർജ് വരും, GST വരും, അത്തരം കാര്യങ്ങളെല്ലാം അതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പോൾ ഇന്റർനാഷണലി നമ്മൾ ട്രാൻസാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഫോറിൻ ട്രാവലിനിടയ്ക്കൊക്കെ ഉള്ള ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വലിയ എമൗണ്ടുകളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ഈ ട്രാവൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ എത്രയൊക്കെ ആയിരിക്കും ചാർജസ്, എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചാർജ് ചെയ്യണം എന്നുള്ളതൊരു ഊഹം ഉണ്ടാക്കി പോയില്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലൊരു തുക ഉണ്ടാവും, പക്ഷെ വന്ന് ബില്ല് വരുമ്പോൾ നമ്മൾ ആ തുകയൊന്നും ആയിരിക്കില്ല, അതിൽ വലിയൊരു തുകയായിരിക്കും നമുക്ക് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കാർഡ് നമ്മുടെ ഇന്റർനാഷണൽ ആയിരിക്കും, പക്ഷേ നോർമലി ബൈ ഡിഫോൾട്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എപ്പോഴും ഓഫ് ആയിരിക്കും. നമ്മൾ പർപ്പസ്ഫുള്ളി അത് ഓൺ ചെയ്തിട്ട് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഓൺ ചെയ്യൽ നടക്കില്ല. ചില ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പലപ്പോഴും വേറെ ഒരു ടെറിട്ടറി ചെന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല, നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. സൈറ്റ് ഓപ്പൺ ആവില്ല. അതെ, അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഈ IP അഡ്രസ്സും അത് നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അയക്കണ OTP അവിടെ കിട്ടില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടി കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചേ അതിൻ്റെ എമൗണ്ട് ലിമിറ്റ് സെറ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു പോകുക എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും യാത്രകൾ നടത്തുന്നവർ ശ്രദ്ധിച്ചേ മതിയാവും. അതെ, തീർച്ചയായിട്ടും. കാരണം കാർഡ് ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ലിമിറ്റ്സ് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. അത് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ പലരും പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയർപോർട്ടുകളിലെ ലോഞ്ചുകളിലൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളും അത് സംബന്ധിച്ച് ഉണ്ടായിട്ടുമുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? ഈ ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല നല്ല നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മുടെ എയർപോർട്ടുകളുടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ലോഞ്ചുകൾ, 2 സെപ്പറേറ്റ് ലോഞ്ചുകളുണ്ട് മിക്കവാറും എയർപോർട്ടുകൾക്കെല്ലാം. ഈ ലോഞ്ചുകളിലെല്ലാം
ഒരു ഹൈ ക്വാളിറ്റി ഹൈ വാല്യൂ ഫുഡാണ് അല്ലെങ്കിൽ ഫെസിലിറ്റീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യണത്. ഈ മിക്കവാറും ക്രെഡിറ്റ് കാർഡുകൾ അവരുടെ ഒരു ഓഫറായിട്ട് തന്നെ പറയണം. ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി ആളുകളെ അട്രാക്ട് ചെയ്യാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോഞ്ച് ആക്സസ്. ഇപ്പോൾ ശ്രീത്ത് ചോദിച്ചതാണ്. അപ്പോൾ ഈ ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ 1 രൂപ 2 രൂപ 10 രൂപയ്ക്കൊക്കെ അത്രയും നമ്മളവിടെ കയറിയിട്ട് നമുക്ക് അല്ലാതെ ബില്ല് കൊടുത്തൊരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1500 രൂപ 2000 രൂപയാവണം അതേ ഫുഡ് നമുക്ക് കേവലം 10 രൂപയോ 15 രൂപയോ കൊടുത്തിട്ട് നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുന്ന കാർഡ് ഏതാണോ അതിന് ഈ ലോഞ്ച് ആക്സസ് കിട്ടുമോ എന്നുള്ളത് മുൻകൂട്ടി അന്വേഷിച്ചിട്ട് വേണം. ഈ ലോഞ്ചിൽ ചെന്ന് ചോദിച്ചാൽ അവർ കാണിക്കുമ്പോൾ തന്നെ പറയും ഈ കാർഡ് അവിടെ അക്സെപ്റ്റ് ആവുമോ, ഇതിന് ലോഞ്ച് ആക്സസ് ഉണ്ടോന്ന്. പക്ഷേ ഈ വ്യാപകമായിട്ട് ലോഞ്ച് ആക്സസ് കൊടുത്തുകൊണ്ടിരുന്ന രീതി എല്ലാ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുപോലെ ചില കാർഡുകൾക്ക് ഇന്റർനാഷണൽ ലോഞ്ച് ഫ്രീ ആയിരിക്കില്ല, ഡൊമസ്റ്റിക് ലോഞ്ച് മാത്രമായിരിക്കും ഫ്രീ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും ലോഞ്ചുള്ള റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അവിടെയൊക്കെ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇന്ന സ്ഥലത്ത് ഇന്ന ലോഞ്ച് നമുക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മാത്രം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മളൊരു എംബാരസിങ് സിറ്റുവേഷൻ ഉണ്ടാവും. ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഈ കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ. അതിലും നല്ലത് നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഈ കാർഡിന് ഈ ലോഞ്ച് ആക്സസ്, പിന്നെ അത് 1 വർഷം 1, 2, 5 എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡിൻ്റെ ഒരു ഏത് പ്രീമിയം കാർഡിലൊക്കെ കൂടുതലുണ്ടാവും. ചെറിയ ബേസിക് കാർഡുകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അതിൻ്റെ മീഡിയത്തിൽ നിൽക്കുന്ന കാർഡുകളിൽ 2 ആക്സസ് 3 ആക്സസ് ഒക്കെ. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാത്തവർക്ക് അത് മതിയാവും. അപ്പോൾ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ. ഞാൻ ഒത്തിരി അവൈൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ലോഞ്ച് ആക്സസ് നമുക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള, കാരണം അറിയാലോ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ വളരെ കുറഞ്ഞൊരു ഫുഡ് കഴിക്കണമെങ്കിലും വലിയ എക്സ്പെൻസീവ് ആണ്. ലോഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അവിടെ വിശ്രമിക്കാം, ഈ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ക്രെഡിറ്റ് കാർഡിനോടൊപ്പം കിട്ടുന്ന ഒരു ആഡഡ് ബെനിഫിറ്റ് ആണത്. ഈ ഇൻകം ടാക്സിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം ഏത് തരത്തിലാണ് പ്രതിഫലിക്കുന്നത്? ഇൻകം ടാക്സിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. SFT എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്, സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ട്. ആ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് 1 വർഷം ക്യാഷ് ആയിട്ട് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബില്ല് അടച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമ്മൾ ഞാൻ അതിൻ്റെ ഒരു അപകടം കൂടി പറഞ്ഞുതരാം. ഈ ക്രെഡിറ്റ് കാർഡ് എൻ്റെ പേയ്മെൻറ്റ് 1 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് അടച്ചാലും 10 ലക്ഷത്തിൽ കൂടുതൽ ത്രൂ ബാങ്ക് അടച്ചാലും, അതായത് നോൺ ക്യാഷ് മോഡ്സിക്കടെ നമ്മൾ അടച്ചാലും അത് റിപ്പോർട്ടാവും. ഇൻകം ടാക്സിൽ അതിൻ്റെ റിപ്പോർട്ട് വരും. ഇയാൾ 1 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് അടച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ഇത് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ റിസ്ക് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻകം ഒരു 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 5 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ 10 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടത്തിയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നാൽ അത് അവിടെ ഒരു എക്സെപ്ഷനാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള പല കാര്യങ്ങളാണ്. നമ്മൾ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു വ്യാപകമായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് റിവാർഡ്സ് ആണ്. ഒരാളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും. അവന് ചിലപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷം 10 ലക്ഷം രൂപ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമ്മളുടെ ഇൻകം അതുമായിട്ട് മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻകം ടാക്സിന് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു അപകട വശമാണ്.